ഇന്നത്തെ ചില വാർത്തകൾ കണ്ടിട്ട് വളരെ വിഷമത്തോട് കൂടിയിട്ടാണ്, ഒരു അഭ്യർത്ഥന പോലെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു സഹോദരൻ, 26 വയസ്സുള്ള ഒരു സഹോദരൻ ഇന്ന് മരണപ്പെട്ടു. നമ്മുടെ സീമമാരുടെ ജീവൻ ഒരു വിലയുമില്ലേ. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഒരു സീഫാററായിട്ട് മാത്രമല്ല, ഒരു അച്ഛനായും ഒരു മകനായും ഒരു ഭർത്താവായും ഒരു കുടുംബനാഥനുമായിട്ടാണ്. ഒരു സീഫാറർ എന്ന നിലയിൽ ഒരു തുറന്ന അഭ്യർത്ഥനയായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത്. നമ്മൾ ഈ +2ഉം ഡിഗ്രിയും ഒക്കെ കഴിഞ്ഞിട്ട് 6 മാസം 9 മാസം പ്രീ സി ട്രെയിനിങ്, ഇന്റർവ്യൂ, BSc നോട്ടിക്കൽ സയൻസ്, BTech ഇതെല്ലാം കഴിഞ്ഞിട്ട് എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു സീമൻ കപ്പലിലേക്ക് എത്തുന്നത്. അതും ട്രെയിനി ആയിട്ട് ജോലി തെണ്ടിത്തിരിഞ്ഞ് നടന്നിട്ട് ജോലി കിട്ടി കപ്പലിൽ പോയതിനു ശേഷം നമ്മളുടെ അല്ലാത്ത കുറ്റത്തിന് നമ്മൾ കൊല്ലപ്പെടുക. ഇത് ഇവിടുത്തെ ന്യായമാണ്. നമ്മൾ സീമന്മാര് കപ്പലിൽ പോകുന്നത് ഫൈറ്റ് ചെയ്യാനല്ല, നമ്മൾ സൈനികരല്ല, അതിന്റെ ട്രെയിനിങ് കിട്ടിയിട്ടില്ല. നമ്മളെ കപ്പൽ മർച്ചന്റ് ഷിപ്സ് ഒരു യുദ്ധ കപ്പലുമല്ല, എന്നിട്ട് നമ്മൾ കൊല്ലപ്പെടുകയാണ്. ഗവൺമെന്റ് ഇതിനെതിരെ ചെറിയൊരു പ്രതിഷേധം അറിയിക്കുന്നതല്ലാതെ പ്രത്യേകിച്ച് യാതൊരു തീരുമാനങ്ങളും എടുക്കുന്നില്ല. കോവിഡ് കാലത്ത് ക്രൂ ചേഞ്ചിന് വേണ്ടിയിട്ട് എത്ര ആൾക്കാർ ഇതിന് മുന്നിട്ടിറങ്ങി, അതുപോലുള്ള ഒരു കാര്യം പോലും സീമന്മാർക്ക് വേണ്ടിയിട്ട് ഇപ്രാവശ്യം ചെയ്യുന്നില്ല. എത്ര സീമന്മാർ കൊല്ലപ്പെട്ടു ഈ യുദ്ധകാലാടിസ്ഥാനത്തിൽ. ഇതിനാരും ഉത്തരവാദി? നമ്മുടെ ജീവൻ ഒരു വിലയില്ലേ? ഇതിനാരും ഉത്തരവാദിത്തം ഏറ്റെടുക്കും? നിങ്ങൾ പറ, നിങ്ങൾ പറ 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 നിങ്ങൾ പറ, ആരിതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കും? നമ്മുടെ ജീവൻ ഒരു വിലയുമില്ലേ? ലോക വ്യാപാരത്തിന്റെ 80 മുതൽ 90% ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്ന കടൽ മാർഗം എന്ന് നിങ്ങൾക്ക് അറിയാലോ. കോവിഡ് സമയത്ത് തന്നെ സീമന്മാർ എത്ര ത്യാഗം സഹിച്ചു. കോൺട്രാക്ട് കഴിഞ്ഞിട്ടും വീട്ടിൽ എത്തിച്ചേരാൻ പറ്റാത്തവര്, കുടുംബത്തിൽ ആരെങ്കിലും മരണപ്പെട്ടിട്ടാകുമ്പോൾ അവിടത്തേക്ക് എത്തിച്ചേരാൻ പറ്റാത്തവര്, മെന്റൽ സ്ട്രെസ്സും ഡിപ്രഷനും കാരണം കടലിൽ കാണാതായ ഒരുപാട് പിള്ളേര്. ഇപ്പൊ അടുത്ത കാലത്തായിട്ട് കപ്പലിൽ ഒരുപാട് ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ഒരുപാട് ഇന്ത്യക്കാർക്കും ലോകത്തുള്ള പല സീമന്മാർക്കും ജീവൻ നഷ്ടപ്പെട്ടു. ഇതിന് ഉത്തരവാദി ആരാണ്? ആയിരക്കണക്കിന് മലയാളി സീഫാറേഴ്സ് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇന്ന് മർച്ചന്റ് നേവിയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഒരു കപ്പൽ ആക്രമിക്കപ്പെടുമ്പോൾ ആ കപ്പൽ മാത്രമല്ല ആക്രമിക്കപ്പെടുന്നത്, ഓരോ കപ്പലിന്റെ പിറകിലും ഒരു കുടുംബം കാത്തിരിക്കുന്നുണ്ട്. ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല, ഇതൊരു മനുഷ്യന്റെ ജീവന്റെ വിലയാണ്. നമ്മൾ യുദ്ധം ചെയ്യാൻ കപ്പലിൽ പോകുന്നവരല്ല, ലോകത്തിന്റെ ചരക്ക് ഗതാഗതം സുഗമമാക്കാൻ വേണ്ടിയിട്ട് കപ്പലിൽ ജോലി ചെയ്യുന്നവർ മാത്രമാണ്. വിഴിഞ്ഞം പോലുള്ള തുറമുഖ വികസനങ്ങളൊക്കെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്കൊരു അഭ്യർത്ഥന ഉള്ളത്, ഈ ഒരു പ്രശ്നങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി കണ്ട് കേന്ദ്ര ഗവൺമെന്റിന് മുന്നിൽ അവതരിപ്പിച്ച് ഇതൊരു അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമായി പരിഗണിക്കണമെന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നത്.